എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മാർച്ച് മാസം മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാനിവിടെ പറയുന്നത് മാർച്ച് മാസം ഗ്രഹങ്ങൾ ചിങ്ങക്കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ്. ഇത് പൊതുവായി വരുന്ന ഫലനിർണയമാണ്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണമല്ല. ഓരോ വ്യക്തികൾക്കും ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശാകാലമാണ് നടക്കുന്നത് എന്ന് നോക്കി ആ ദശാനാഥൻ അനുകൂല ഭാവത്തിലാണെങ്കിൽ നല്ല ഫലങ്ങളും, മറിച്ചായാൽ ദോഷഫലങ്ങളുമാണ് ജീവിതത്തിൽ അനുഭവപ്പെടുക. മോശം ദശാകാലം നടക്കുന്ന വ്യക്തികൾ ദശാനാഥനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ചിങ്ങക്കൂറുകാർക്ക് എല്ലാ പ്രവർത്തന മേഖലയിലും ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ മേഖലയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖലയൊക്കെ വിപുലപ്പെടുത്താൻ കഴിയുന്നത് ആണ്. എങ്കിലും അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകണം എന്നില്ല. അതുപോലെ തൊഴിൽ സ്ഥലത്ത് പുതിയ രീതിയിലുള്ള ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽപരമായി ധാരാളം യാത്രകളും ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം തൊഴിൽ ലഭിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും മാർച്ച് മാസം അനുകൂല സമയമാണ്. അതുപോലെ ബിസിനസ്സുകാർക്ക് അനുകൂല സമയം തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഇടയുണ്ട്. അലസതയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അലസത മൂലം ബിസിനസ്സിലൊക്കെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പുതിയ കരാറുകളൊക്കെ ലഭിക്കുന്നതാണ്. വ്യാപാര രംഗത്തൊക്കെ പഴയ പ്രതാപം ഒക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്ന മാസം കൂടിയാണ്. അതുപോലെ ധന ഇടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചതി ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബ സ്വത്തിന് വേണ്ടിയുള്ള വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. കയ്യിൽ വന്നു ചേരുന്ന ധനം നിലനിർത്തുന്നതിന് ചെറിയ പ്രയാസമൊക്കെ നേരിട്ടേക്കാം. ധനപരമായ ചിലവുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. വരവ് ചിലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. പരീക്ഷകളിലും മറ്റുമൊക്കെ നല്ല ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. കലാപരമായിട്ടൊക്കെയുള്ള കഴിവുള്ളവർ ആ വഴിക്ക് ശ്രദ്ധ പോകും. അപ്പോൾ പഠന ശ്രദ്ധയൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ പഠനകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ വിദേശ പഠനത്തിനും ഉയർന്ന കോഴ്സുകളും ഒക്കെ പഠിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. പുതിയതായിട്ടൊക്കെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ കാലതാമസമൊക്കെ നേരിട്ടേക്കാം. ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ട മാസമാണ്. പരസ്പരമുള്ള വാക്കും പ്രവൃത്തിയും ഒക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന ദോഷത്തിനൊക്കെ വേണ്ടി പരിഹാരം കാണുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് മാസം. അതുപോലെ കുടുംബത്തിൽ നിന്നും അല്പം അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും മാസത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായേക്കാം. അതുപോലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. ശത്രുക്കളുടെ ദുഷ്പ്രചരണങ്ങൾ കൂടുന്നതാണ്. അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ ശത്രുതയൊക്കെ സമ്പാദിക്കാനുള്ള അവസരവും വന്നു ചേരും. അതുപോലെ ശത്രുതയൊക്കെ പുലർത്തുന്നവർ എന്തെങ്കിലും കാര്യസാധ്യത്തിനൊക്കെ അടുത്തുകൂടാൻ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ സ്ത്രീജനങ്ങൾക്കൊക്കെ അല്പം മനക്ലേശം ഉണ്ടായേക്കാം. ബന്ധുക്കൾ ഒക്കെ ശത്രുക്കളാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ ചെല്ലുന്നതാണ്. അതുപോലെ ചില സുഹൃത്തുക്കളൊക്കെ നമ്മളെയും സഹായിക്കുന്നതാണ്. ചില ബന്ധുക്കളുടെയൊക്കെ പ്രവർത്തികൾ മനസ്സിൽ മുറിവേൽപ്പിച്ചേക്കാം. അതുപോലെ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ദൂരദേശ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. കണ്ണ് സംബന്ധമായി എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹന ഉപയോഗവും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പ്രഷറൊക്കെ പോലുള്ള രോഗമുള്ളവരെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി ദേവീ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയാവുന്ന വഴിപാടുകളൊക്കെ ദേവി ക്ഷേത്രത്തിൽ നടത്തുക.
ശിവഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ മാർച്ച് മാസം എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.